അല്ലാഹുവേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ബർക്കത്ത് കൊണ്ട് ഈ പരിശുദ്ധ ശഅബാനിൽ നീ ഞങ്ങൾക്ക് നീ തന്നതിലെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബർക്കത്ത് ചോദിക്കപ്പെടേണ്ട മാസമാണ്. അല്ലാഹുവിനോട് ധാരാളം അനുഗ്രഹങ്ങൾ ചോദിക്കപ്പെടേണ്ട മാസമാണ്. മഹത്തായ ഒരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ സൂറത്ത് നിങ്ങൾ ഈ മാസം നിങ്ങൾ പാരായണം ചെയ്യുക. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഈ ഒരു ചെറിയ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്. സാമ്പത്തികമായ നല്ല ഉയർച്ച അല്ലാഹു നൽകുന്നതാണ്. അതുപോലെ തന്നെ അന്തസ്സോടെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നതാണ്. അഭിമാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ചെറിയ സൂറത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സാമ്പത്തികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സമ്പന്നരാക്കി നിങ്ങൾ മാറ്റുന്ന ഒരു സൂറത്താണ്. വിശേഷമായി ശഅബാൻ മാസം ചില മാസങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. നമ്മൾ പുണ്യ അമലുകൾ ചെയ്യുമ്പോൾ ധാരാളം കൂലി അല്ലാഹു നൽകപ്പെടുന്ന മാസമാണ്. അപ്പൊ ഈ സൂറത്തിനെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നോക്ക്. ദാരിദ്ര്യം കൊണ്ട് വരുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരുണ്ട്. അതുപോലെ വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരുണ്ട്. സമ്പത്തിന്റെ അഭിവൃദ്ധി അല്ലാഹു ധാരാളം നിനക്ക് നൽകുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു സൂറത്തിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ സൂറത്ത് എപ്പോഴും ഓതണം, എങ്ങനെ ഓതണം, ഓതേണ്ട രീതി എങ്ങനെയാണ് എന്നൊക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞ് നമുക്ക് നോക്കാം. അല്ലാഹു ചില പ്രവാചകന്മാരെയും സഹാബാക്കളെയും കോടീശ്വരന്മാരാക്കിയിട്ടുണ്ട്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പ്രവാചകന്മാരെ അല്ലാഹു കോടീശ്വരന്മാരാക്കിയിട്ടുണ്ട്. അതുപോലെ ചില സഹാബത്തിനെയും അല്ലാഹു കോടീശ്വരന്മാരാക്കിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് സമ്പത്ത് വന്നു ചേരാൻ പറ്റിയ നല്ലൊരു സൂറത്താണ്. വെറും സമ്പത്തല്ല, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഒരു സമ്പത്താണ്. അപ്പൊ വേറെ നമ്മളെ ഈ പ്രപഞ്ചത്തിലുള്ള സമ്പത്ത് മാത്രമല്ല, ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകരിക്കുന്ന ഒരു സമ്പത്താണ് നമുക്ക് കിട്ടുന്ന സമ്പത്ത്. അപ്പോൾ എത്രയോ പേര് സമ്പത്തുണ്ടായിട്ട് തികയാതെ വരുന്നവർ നമ്മളെ കൂട്ടത്തിലുണ്ട്. പഠിച്ചവരെ, ഞങ്ങളെ കരങ്ങൾ ആരെയും മുന്നിൽ റഹ്മാനായ റബ്ബേ നീട്ടേണ്ട ഒരവസ്ഥ വരുത്തില്ല അല്ലാഹ്. നീ ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ സന്താനങ്ങളിലും ഞങ്ങളുടെ ശരീരങ്ങളിലെല്ലാം നീ ബർക്കത്ത് ധാരാളം നൽകണേ അല്ലാഹ്. അപ്പൊ ഈ മഹത്തായ സൂറത്ത് ഏതാണ് നമുക്ക് നോക്കാം. ദിവസം 7 തവണ ഈ കുഞ്ഞു സൂറത്ത് ഓതിയാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുന്നതാണ്. നിങ്ങൾക്ക് പണക്കാരനാകാൻ കഴിയുന്നതാണ്. സമ്പത്തില്ലാത്തതിന്റെ പേരിൽ പലരും ഇന്ന് കഷ്ടപ്പെടുന്നവരവർ. ഒരിക്കലും അല്ലാഹു എന്റെ പ്രവാചകൻ വിഷമിച്ചിരിക്കുന്നത് കണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, എന്ത് പറ്റി നബിയേ, എന്തിനാണ് അവിടെ സങ്കടപ്പെടുന്നത്? ആ സമയം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്നെ പല പേര് വിളിച്ച ആളുകൾ കളിയാക്കുന്നുണ്ട്, പല പേരും വിളിച്ച് ആൾക്കാർ കളിയാക്കുന്നുണ്ട്. അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഭക്ഷണമില്ലാത്തവൻ, താഴ്ന്നവൻ, സമ്പത്തില്ലാത്തവൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കുകയാണ്. ഇത് കേട്ട ഖദീജ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ സമ്പത്ത് മുഴുവൻ അങ്ങേക്ക് തന്നിരിക്കുന്നു യാ റസൂലല്ലാഹ്. ഇനി ആരും സമ്പത്തില്ലാത്തവൻ എന്ന് വിളിച്ച് കളിയാക്കുകയില്ലല്ലോ നബിയേ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമ്പത്ത് എന്ത് ചെയ്തു നിങ്ങൾക്കറിയാമോ മുഅ്മിനീങ്ങളെ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അത് മുഴുവനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെലവഴിച്ചതാണ്. മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി കൊടുത്ത സമ്പത്ത്, അത് ഖദീജ ബീവിയിലൂടെ കൊടുത്ത സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ച മുഅ്മിനീങ്ങളെ. ആ മക്കയിലെ ഏറ്റവും വലിയ ധനാഢ്യയായ, ഏറ്റവും വലിയ സമ്പന്നയായ സ്ത്രീയായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഏറ്റവും വലിയ ധനമറിയാലോ, അത്രയും വലിയ സമ്പന്നതയുള്ള സ്ത്രീ മരിക്കുന്ന സമയത്ത് ആ മഹദി അവരുടെ കഫൻ പൊതിയുമ്പോൾ, മഹദി അവരുടെ പൊതിയുന്ന സമയത്ത് തുണി തികയാതെ വന്നു എന്നുള്ളതാണ്. കാരണം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എവിടെയെല്ലാം ചെലവഴിക്കാൻ പറ്റുമോ അവിടെയെല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കിട്ടിയ സമ്പത്ത് മുഴുവനും ചെലവാക്കി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കണം, പഠിച്ചവരെ നീ എനിക്ക് സമ്പത്ത് നൽകണേ അല്ലാഹ്. ആ സമ്പത്ത് നിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. എങ്ങനെയാണ് ഈ സൂറത്ത് നമുക്ക് ഓതേണ്ടത് നോക്കാം. അപ്പൊ സമ്പത്ത് നമുക്ക് അല്ലാഹുവിനോട് ചോദിക്കാൻ
യാ റബ്ബേ നീ ധാരാളം സമ്പത്തുകൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആ സമ്പത്തൊക്കെ നിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. സാധുക്കൾക്ക് ഭവനങ്ങൾ വെച്ചു കൊടുക്കാനും അവരുടെ മക്കളുടെ വിവാഹത്തിനും അതുപോലെ തന്നെ സമൂഹത്തിൽ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനും അതുപോലെ റഹ്മാനേ നിന്റെ പള്ളികൾ വെക്കാനും അനാഥാലയങ്ങൾക്ക് കൊടുക്കാനും അതുപോലെ സമൂഹത്തിൽ എവിടെയെല്ലാം സാമ്പത്തികം ആവശ്യമുണ്ടോ അവിടെയെല്ലാം ഞങ്ങളെ സമ്പത്ത് എത്തിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. വാനോളം സമ്പത്ത് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുമ്പോൾ, കാരുണ്യവാനായ റബ്ബിനോട് നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഇഖ്ലാസോടെ നമ്മൾ മുത്തിയത് തന്നെ ചോദിക്കണം. അതിലെ അസ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞ സ്വർഗ്ഗം മാത്രം ചോദിച്ചാൽ പോരാ, ജന്നാത്തുൽ ഫിർദൗസ് ആ സ്വർഗ്ഗം തന്നെ നിങ്ങൾ ചോദിക്കണം. കാരണം അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചോദിക്കേണ്ടിയുള്ളത് വലുത് തന്നെയായിരിക്കണം. അപ്പൊ ഈ മഹത്തായ സൂറത്ത് ഞാനൊന്ന് പരിചയപ്പെടുത്താം. എങ്ങനെയാണ് ഇത് ഓതേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ദിവസവും 70 തവണ ഈ കുഞ്ഞു സൂറത്തിനെ നിങ്ങൾ ഓതുക. ഓതുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതിലൊരായത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമ്പന്നനാക്കി എന്ന് പറയുന്ന ഒരു ആയത്ത്. അപ്പൊ ഈ സൂറത്ത് ഏതാണ്? സൂറത്തുൽ ദുഹായാണ്. ഈ സൂറത്തിലെ 8ാമത്തെ ആയത്ത്. അപ്പൊ സൂറത്തുൽ ദുഹ, ഈ സൂറത്തുൽ ദുഹായിലെ 8ാമത്തെ ആയത്ത്, വവജദക ആയിലൻ ഫഅഗ്നാ വവജദക ആയിലൻ ഫഅഗ്നാ വവജദക ആയിലൻ ഫഅഗ്നാ. അതായത് അതിന്റെ അർത്ഥം എന്താണ്? നബിയേ, അല്ലാഹുവിന്റെ റസൂലിനെ സമ്പന്നനാക്കി എന്ന് പറയുന്ന ഈ ആയത്ത്. അപ്പൊ ഈ ആയത്ത് സൂറത്തുൽ ദുഹായിലെ 8ാമത്തെ ആയത്ത്. ഇതിനെ 70 തവണ ആളുകൾ ആവർത്തിച്ചു ഓതുക. ഇങ്ങനെ ഓതി വന്നാൽ നിങ്ങൾ വലിയ സമ്പന്നനായി മാറുന്നതാണ്. ഇനി ഒരാൾക്ക് 70 തവണ ഈ ആയത്ത് ഓതാൻ എന്തില്ല, ഈ ആയത്ത് ഓതാൻ അയാൾക്ക് പറ്റിയില്ല, സമയമില്ലാത്തവർ ഈ സൂറത്ത് തന്നെ ദിവസവും 7 തവണ ഓതുക. ഏത്? ഈ വദ്ദുഹാ സൂറത്ത്. ആ സൂറത്ത് ഞാനൊന്ന് ഓതിത്തരാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. അപ്പൊ ഈ ഒരാൾക്ക് ഈ ആയത്ത് 70 തവണ ഓതാൻ സമയമില്ലാത്തവർ ഈ സൂറത്ത് തന്നെ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ സൂറത്ത് ദിവസവും 7 തവണ ഓതുക. ഏത് സമയത്തും ഓതാൻ ദിവസവും 7 തവണ പൂർത്തിയാക്കിയാൽ മതി. ഈ സൂറത്ത് ഓതുമ്പോൾ സൂറത്തുൽ ദുഹായിലെ 8ാമത്തെ ആയത്ത് എത്തുമ്പോൾ 7 തവണ ഓതുക. അപ്പൊ ഈ സൂറത്ത് ഇങ്ങനെ ഓതി വരുമ്പോൾ 8ാമത്തെ ആയത്ത് നമ്മൾ നേരത്തെ ഓതിയതാണ്. ഒന്നുകൂടെ ووجدك عائلا فأغنى ووجدك عائلا فأغنى ووجدك عائلا فأغنى ووجدك عائلا فأغنى. അപ്പൊ സൂറത്തുൽ ദുഹ ഇങ്ങനെ ഓതി വരുമ്പോൾ സൂറത്തുൽ ദുഹായിലെ 8ാമത്തെ ആയത്ത് എത്തുമ്പോൾ 7 തവണ ഓതുക. നമ്മൾ എത്ര തവണയാണോ സൂറത്ത് ഓതുന്നത് ആ എണ്ണം അനുസരിച്ച് 8ാമത്തെ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം, ആവർത്തിച്ചു ഓതണം. എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ അത്ഭുത മാറ്റങ്ങൾ കാണാവുന്നതാണ്. ഒരുപാട് പേര് ദാരിദ്ര്യം കൊണ്ട് വലിയവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, സമ്പത്തില്ലാത്തവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, മുഅ്മിനീങ്ങളെ രോഗങ്ങൾ കൊണ്ട് വലിയവരുണ്ട്, വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരുണ്ട്. മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞു തന്നതുപോലെ ഈ മഹത്തായ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ ആരുടെ മുന്നിലും കൈനീട്ടാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പോക്കറ്റുകളിൽ അല്ലാഹു സമ്പത്ത് എത്തിക്കുന്നതാണ്. പണത്തെ അല്ലാഹു നൽകുന്നതാണ്. ജീവിക്കാനുള്ള ഐശ്വര്യങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. അത്ര മഹത്തായ ഒരു സൂറത്താണ്. അപ്പൊ മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞു തന്നതുപോലെ ഈ മഹത്തായ സൂറത്തിനെ നിങ്ങൾ പാരായണം ചെയ്തു വന്നാൽ വലിയ വലിയ വിജയങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. ധാരാളം ഖൈറുകൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. ജീവിക്കാനുള്ള പണം അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങൾ ഒരു പണക്കാരനായ അല്ലാഹു മാറ്റുന്നതാണ്. പക്ഷേ ഇതെല്ലാം ഈ സൂറത്ത്
സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് നമസ്കാരം ഉണ്ടാകൽ അത്യാവശ്യമാണ്. അത് പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇഖ്ലാസോടെ നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഇഖ്ലാസോടെ നമ്മൾ പാരായണം ചെയ്യണം. പടച്ചവനെ, എന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളും ദുരിതങ്ങളെല്ലാം നീ മാറ്റി തരണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഇഖ്ലാസോടെ തഖ്വയോ ഇഖ്ലാസോടെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ സൂറത്ത് ഓതിയിട്ട് നിങ്ങൾ തേടിയാൽ നിങ്ങളുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരുന്നതാണ് ഇൻഷാ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ നിന്റെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഞങ്ങളുടെ സകല മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. ആമീൻ. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأحبابنا ولمشاعرنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له وهن علينا ولجميع أمة محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربونا صغارا. റഹ്മാനായ അല്ലാഹുവേ, പ്രപഞ്ചസൃഷ്ടാവായ പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ പടച്ചവനെ. നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വങ്ങൾ പറഞ്ഞ സദസ്സാണ് അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്ത് വിജയം കൈവരിക്കാനുള്ള സാലിഹായ അമലാക്കണേ റഹ്മാനായ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മാഫ് ചെയ്ത് കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ പറഞ്ഞതിന്റെ എല്ലാ സവാബ് നീ അവരുടെ ഖബറിൽ എത്തിച്ചവരുടെ ഖബറുകൾ നീ സ്വർഗ്ഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ്. പടച്ചവനേ, ഞങ്ങൾ പലരും രോഗികളാണ്, നീ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ പലരും ഭവനങ്ങളില്ലാത്തവരാണ്, നീ ഭവനം നൽകണേ റഹ്മാനായ റബ്ബേ. അതുപോലെ പടച്ചവനേ, എത്രയോ മക്കളുടെ ഭവനങ്ങളിൽ സാലിഹീങ്ങളായ ഇണകളെ കാത്തു നിൽക്കുന്ന റബ്ബേ, അവരിലേക്ക് എല്ലാം സാലിഹീങ്ങളായ ഇണകളെ നീ എത്തിച്ചു കൊടുക്കണേ പടച്ചവനേ ഖാലിഖായ റബ്ബേ. എത്രയോ മക്കൾ വിവാഹപ്രായമെത്തിയവരുടെ ഭവനങ്ങളിലാണ് റബ്ബേ, അവരിലേക്ക് എല്ലാം സാലിഹീങ്ങളായ ഇണകളെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവിടെ മാതാപിതാക്കൾക്ക് സന്തോഷകരമായ ആ വിവാഹം നടത്താനുള്ള ആഫിയത്തും ഐശ്വര്യവും സമ്പത്തും അനുഗ്രഹങ്ങളെല്ലാം നീ നൽകണേ പടച്ചവനേ റഹ്മാനായ റബ്ബേ. ഞങ്ങൾ പലരും ഹോസ്പിറ്റലിലാണ്, രോഗികളാണ് റബ്ബേ, അവിടെ രോഗങ്ങൾ പെട്ടെന്ന് ശിഫയാക്കണേ അല്ലാഹ്. എത്രയോ പേര് ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരുണ്ട് റബ്ബേ, നീ ജോലി നൽകണേ അല്ലാഹ്. റബ്ബേ, ദാരിദ്ര്യം കൊണ്ട് വലയുന്ന എത്രയോ പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ, സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ പടച്ചവനേ ഖാലിഖായ റബ്ബേ. ഞങ്ങൾ പലരും കടക്കാരാണ് അല്ലാഹ്, ഞങ്ങളെ കടക്കാരായി നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. പടച്ചവനേ, ഞങ്ങളെ കടങ്ങളെല്ലാം നീ വീട്ടി തരണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരുണ്ട് റബ്ബേ, നീ സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ സാലിഹീങ്ങളാക്കണേ പടച്ചവനേ റബ്ബേ. ഞങ്ങളുടെ സഹോദരത്തിന് പലരും വിദേശ രാജ്യങ്ങളിലാണ്, സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനേ റബ്ബേ, ഞങ്ങൾ പലരും കള്ള കേസുകളിൽ കുടുങ്ങിയിട്ടുണ്ട് റബ്ബേ, ഇതെല്ലാം ഞങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. റബ്ബേ, സർവ്വ കള്ള കേസുകളിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സർവ്വ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നീ നിലനിർത്തണേ അല്ലാഹ്. ധാരാളം ഖൈറുകൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനേ, ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ പടച്ചവനേ അല്ലാഹുവേ. നീ തന്നതിലെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. നീ തന്ന സന്താനങ്ങളുടെ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. നീ തന്ന ശരീരങ്ങളുടെ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. പടച്ചവനേ, കിഡ്നി രോഗം, ഹാർട്ട് ബ്രെയിൻ ട്യൂമർ, ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ വീഡിയോകൾ കാണുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ കാക്കണേ അല്ലാഹ്. ആ രോഗങ്ങൾ എത്രയോ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ, അവിടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കണേ പടച്ചവനേ. അതുപോലെ റഹ്മാനായ റബ്ബേ, ഈ ഭൂമിയിൽ നീ ഞങ്ങൾക്ക് തന്നതാണ് ഞങ്ങളെ മക്കൾ, അവർക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അവർ പലരും രോഗികളാണ് റബ്ബേ, അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അവർക്ക് നല്ല ബുദ്ധി ഓർമ്മ നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് അവർക്ക് ഞങ്ങൾക്ക് നൽകണേ മന്നാനായ
കാരുണ്യവാനായ റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകൾ കടന്നു വരികയാണ് റബ്ബേ ആ പരീക്ഷകളെല്ലാം നല്ല വിജയങ്ങൾ നീ ഞങ്ങളുടെ മക്കൾക്ക് നൽകണേ പടച്ചവനെ ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ് ഞങ്ങളുടെ മക്കളെ എല്ലാ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും അല്ലാഹുവേ വലിയ വലിയ പദവികൾ അലങ്കരിക്കും അല്ലാഹുവേ മാതാപിതാക്കൾക്കും നാട്ടിനും നാട്ടുകാർക്കും എല്ലാം ഉപയോഗമുള്ള മക്കളാക്കണേ റബ്ബേ ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ നൽകിയിട്ടുണ്ടോ ഞങ്ങളുടെ ഇടകളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ വാഹനങ്ങളിൽ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഞങ്ങളുടെ മക്കളെല്ലാം ബർക്കത്തുചൊരിയണേ അല്ലാഹ് ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം